ചിലരുണ്ട് എത്ര കിട്ടിയാലും എന്തൊക്കെ യോഗ്യത ഉണ്ടെങ്കിലും അതെല്ലാം കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ അങ്ങ് ആക്കിക്കളയും. അവരിനി എത്രമാത്രം മുകളിലായി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവരുടെ ഉള്ളിലെ ആ ഒരു സ്വഭാവം മാറ്റിവെച്ചുകൊണ്ട് ജീവിക്കാൻ അവർക്ക് സാധിക്കില്ല. അത്തരത്തിലൊരാളാണ് നമ്മുടെ ബിഗ് ബോസ് താരം ജിൻഡോ. ജിൻഡോയെ അറിയാത്തവരായി മലയാളികൾ ആരും ഉണ്ടാവില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. എന്നാൽ സമൂഹത്തിൽ തനിക്കുള്ള വാല്യൂവിൽ ഒട്ടും ബോധേടല്ലാത്ത ആൾ കൂടിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞാലും തെറ്റില്ല. അത് അയാളുടെ സിംപ്ലിസിറ്റി ആണെന്ന് ചിന്തിക്കരുത്. അത് അയാളുടെ വിവരക്കേട് കൊണ്ടാണ്. വകതിരിവ് എന്ന സാധനം വാങ്ങിക്കാൻ കിട്ടില്ല, സ്വയമേ ഉണ്ടാവേണ്ട ഒന്നാണത്. നമുക്ക് കൂടി ഷെയർ ഉള്ള സ്ഥാപനത്തിൽ സാമ്പത്തിക തിരിമറി സംശയിച്ചാൽ അതിന് സാധാരണ എല്ലാവരും ചെയ്യുന്നത് നിയമത്തിൻ്റെ സഹായം തേടുക എന്നതാണ്. എന്നാൽ നമ്മുടെ ജിൻഡോയ്ക്ക് ഈ രീതി ഇഷ്ടമല്ല. ഇങ്ങനെ എന്തെങ്കിലും സംശയം തോന്നിയാൽ ആരും അറിയാതെ സ്ഥാപനം കുത്തി തുറന്ന് അകത്ത് കയറും, അങ്ങ് പരിശോധിക്കും, അത്ര തന്നെ. ജിമ്മിൽ കയറി മോഷണം നടത്തിയെന്ന പരാതിയിലാണ് ജിൻഡോയ്ക്കെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തത്. എന്നാൽ തനിക്കെതിരെ ഉന്നയിച്ച മോഷണ ആരോപണം തെറ്റാണെന്നാണ് ജിൻഡോ പറയുന്നത്. മാത്രമല്ല, താൻ പ്രവേശിച്ചത് തനിക്ക് 60 ഷെയറുകളുള്ള ലീസിന് കൊടുത്ത ജിമ്മിലാണെന്നും തനിക്ക് 60% ഷെയറും പരാതിക്കാരിക്ക് 40% ഷെയറും എന്ന വിധത്തിലാണ് എഗ്രിമെൻ്റ് ഉള്ളത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. കുറച്ചു കാലമായി ജിമ്മിൻ്റെ അക്കൗണ്ടിങ്ങിൽ സംശയമുണ്ടായിരുന്ന ജിൻഡോയ്ക്ക് ജിമ്മിൽ വരുന്ന പണമെല്ലാം പരാതിക്കാരിയായ യുവതി സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയതായി മനസ്സിലാവുന്നു. അപ്പോൾ പിന്നെ അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി വന്നു, കുത്തി തുറന്നു, പരിശോധിച്ചു. പോകുന്ന പോക്കിൽ ആ ക്യാമറകളും തകർത്തു, അത്ര തന്നെ. രസകരമായ കാര്യം, ഇതുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കവേ യുവതി നൽകിയ കേസിൽ ജിൻഡോ ജാമ്യത്തിലാണ് എന്നുള്ളതാണ്. മറ്റൊന്ന്, 60% ഷെയറുള്ള ആൾക്ക് ജിമ്മിൽ കയറുന്ന സ്ഥലത്തുള്ള ക്യാമറയെക്കുറിച്ച് ബോധമില്ല എന്നതാണ്. ചുമ്മാ ചെന്നങ്ങ് കയറി കൊടുത്തു. അതിരാവിലെ ആരും കാണാതെ കള്ളനെ പോലെ പതുങ്ങി ജിമ്മ് കുത്തി തുറന്നതും സെക്യൂരിറ്റി ക്യാമറ തല്ലി തകർത്തതിനും ജിൻഡോ പറയുന്ന ന്യായമാണ് ഏറ്റവും കോമഡി. പാർട്ട്ണറായ യുവതി ജിമ്മിലുള്ളപ്പോൾ അവിടെ പ്രവേശിക്കാൻ പാടില്ല എന്ന് നിയമമുണ്ടത്രേ. അതുകൊണ്ടാണത്രേ ഈ മാർഗം സ്വീകരിച്ചത്. ആഹാ, എന്ത് നല്ല ന്യായം. ബിഗ് ബോസിലുണ്ടായിരുന്ന കാലം മുതൽ തന്നെ ജിൻഡോ കുറച്ച് ഓവറാണെന്ന് തോന്നിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ചു പറ്റാൻ ജിൻഡോയ്ക്ക് പ്രത്യേക കഴിവാണ്. എന്തായാലും ജിൻഡോ കുറച്ച് കാലങ്ങളായി സോഷ്യൽ മീഡിയയിലെ താരമാണ്. ഒന്നൊടുങ്ങുമ്പോൾ ഒന്നായി ഓരോരോ കേസുകൾ പുള്ളിക്കാരൻ അങ്ങ് പടച്ചുണ്ടാക്കും. കുറച്ചു മുൻപാണ് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ എക്സൈസ് ചോദ്യം ചെയ്തത്. കഞ്ചാവ് കേസിൽ പിടിയിലായ തസ്ലിമയ്ക്ക് ജിൻഡോയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ചോദ്യം ചെയ്യൽ. തസ്ലിമയെ അറിയാമെന്നും പിതാവ് മരിച്ചെന്ന് പറഞ്ഞ് 1000 രൂപ ചോദിച്ചപ്പോൾ കൊടുത്തുവെന്നും മറ്റു ബന്ധങ്ങളൊന്നും തന്നെ അവരുമായി ഇല്ല എന്നുമായിരുന്നു ജിൻഡോയുടെ വാദം. കാര്യം, ഇദ്ദേഹം സെലിബ്രിറ്റി ഫിറ്റ്നസ് ഗുരുവാണ്. മുൻ മിസ്റ്റർ കേരളയും നിരവധി സിനിമാ താരങ്ങളുടെയും കലാകാരന്മാരുടെയും കായിക താരങ്ങളുടെയും ഫിറ്റ്നസ് പരിശീലകനാണ്. പക്ഷേ വകതിരിവ് വട്ടപൂജ്യമാണെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും എന്താ കാര്യം?